അധ്യായം 30. സൂറത്തുർ റൂം. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 60. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹ് യൻസുറു മൻ യശാഉ വഹുവൽ അസീസുർ റഹീം. അറേബ്യയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന നാട്ടിൽ വെച്ച് റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പരാജയത്തിന് പിന്നീട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയികളാകുന്നതാണ്. അതിനു മുമ്പും ശേഷവും എല്ലാ നിയന്ത്രണങ്ങളും അള്ളാഹുവിന് തന്നെയാകുന്നു. അന്ന് സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ സഹായത്താൽ സന്തോഷിക്കും. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു. അവൻ അജയ്യനും പരമകാരുണികനുമാകുന്നു. وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അവന്റെ വാഗ്ദാനം അവൻ ലംഘിക്കുകയില്ല. പക്ഷേ അധികം ആളുകളും അതറിയുന്നില്ല. يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون. ഐഹിക ജീവിതത്തിൽ നിന്നുള്ള ബാഹ്യവശം മാത്രമേ അവർ അറിയുന്നുള്ളൂ. അവരാകട്ടെ പരലോകത്തെക്കുറിച്ച് അശ്രദ്ധരുമാണ്. أولم يتفكروا في أنفسهم ما خلق الله السماوات والأرض وما بينهما إلا بالحق وأجل مسمى وَإِنَّ كَثِيرًا مِنَ النَّاسِ بِلِقَاءِ رَبِّهِمْ لَكَافِرُونَ. അവർ മനസ്സുകൊണ്ട് ആലോചിക്കുന്നില്ലേ? ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളവയെയും ന്യായമായ കാര്യത്തോടും ഒരു നിശ്ചിത അവധിയോടും കൂടിയല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്നവരാണ്. أَوَلَمْ يَسِيرُوا فِي الْأَرْضِ فَيَنظُرُوا كَيْفَ كَانَ عَاقِبَةُ الَّذِينَ مِن قَبْلِهِمْ كَانُوا أَشَدَّ مِنْهُمْ قُوَّةً وَأَثَارُوا الْأَرْضَ وَعَمَرُوهَا أَكْثَرَ مِمَّا عَمَرُوهَا وَجَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ فَمَا كَانَ اللَّهُ لِيَظْلِمَهُمْ وَلَكِن كَانُوا أَنفُسَهُمْ يَظْلِمُونَ. അവർ ഭൂമിയിൽ കൂടി സഞ്ചരിക്കുകയും എന്നിട്ട് തങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായെന്ന് നോക്കിക്കാണുകയും ചെയ്യുന്നില്ലേ? അവർ ഇവരെക്കാൾ ശക്തി കൂടിയവരായിരുന്നു. അവർ ഭൂമിയെ ഉഴുതുമറിച്ചു, കൃഷിയുണ്ടാക്കുകയും അതിൽ കെട്ടിടങ്ങളും മറ്റും ഉണ്ടാക്കി. ഇവർ അധിവസിച്ചതിനേക്കാൾ അധികം അധിവസിക്കുകയും ചെയ്തു. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുത്ത് ദൂതന്മാർ വരികയുമുണ്ടായി. ദൂതന്മാരെ അവർ നിഷേധിക്കുകയും തന്നിമിത്തം അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടുകയും ചെയ്തു. എന്നാൽ അള്ളാഹു അവരോട് ഒരനീതിയും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ അവർ തങ്ങളോട് തന്നെ അനീതി കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ثُمَّ كَانَ عَاقِبَةَ الَّذِينَ أَسَاءُوا السُّوءَ أَن كَذَّبُوا بِآيَاتِ اللَّهِ وَكَانُوا بِهَا يَسْتَهْزِئُونَ. പിന്നീട് ദുഷ്കർമ്മങ്ങൾ ചെയ്തു വന്ന അക്കൂട്ടരുടെ പര്യവസാനം മഹാദുരവസ്ഥയായി തീർന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുകയും അവർ അതിനെ പരിഹസിക്കുന്നവരാവുകയും ചെയ്തു. അല്ലാഹു യബ്ദഉൽ ഖൽഖ ثُمَّ يُعِيدُهُ ثُمَّ ഇലൈഹി തുർജഊൻ. അള്ളാഹു സൃഷ്ടിപ്പ് ആരംഭിക്കുന്നു, പിന്നീട് ആവർത്തിക്കുകയും ചെയ്യുന്നു, പിന്നീട് അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും.
ويوم تقوم الساعة يبلس المجرمون അന്ത്യഘട്ടം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ നിരാശരായിത്തീരും. ولم يكن لهم من شركائهم شفعاء وكانوا بشركائهم كافرين. അന്ന് അവരുടെ പങ്കുകാരിൽ നിന്ന് അവർക്ക് ശുപാർശക്കാരൊന്നും ഉണ്ടാവുകയില്ല. തങ്ങളുടെ പങ്കുകാരെ അവർ നിഷേധിക്കുകയും ചെയ്യും. ويوم تقوم الساعة يومئذ يتفرقون. അന്ത്യഘട്ടം നിലവിൽ വരുന്ന ദിവസം അന്നവർ സത്യവിശ്വാസികളും സത്യനിഷേധികളും തമ്മിൽ വേർപിരിയുന്നതാണ്. فأما الذين آمنوا وعملوا الصالحات فهم في روضة يحبرون. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ സ്വർഗപ്പൂന്തോപ്പിൽ ആനന്ദം കൊള്ളുന്നവരാണ്. وأما الذين كفروا وكذبوا بآياتنا ولقاء الآخرة فأولئك في العذاب محضرون. സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും കള്ളമാക്കുകയും ചെയ്തിട്ടുള്ളവരാരോ അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരുമാണ്. فسبحان الله حين تمسون وحين تصبحون. ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലായിരിക്കുമ്പോഴും പ്രഭാതവേളയിലായിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചുകൊള്ളുക. وله الحمد في السماوات والأرض وعشيا وحين تظهرون. ആകാശഭൂമികളിൽ സർവസ്തുതിയും അവന് തന്നെയാണ്. സായാഹ്നവേളയിലും നിങ്ങൾ മധ്യാഹ്നവേളയിലാകുമ്പോഴും. يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون. അവൻ ജീവിയെ നിർജീവിയിൽ നിന്നും നിർജീവിയെ ജീവിയിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും ഭൂമി നിർജീവമായി കിടന്ന ശേഷം അതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അപ്രകാരം നിങ്ങളും മരണശേഷം കബറുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്. പിന്നീട് നിങ്ങളിതാ ഭൂമിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരായി തീർന്നിരിക്കുന്നു. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് തന്നെയാണ് നിങ്ങളുടെ വർഗത്തിൽ നിന്നു തന്നെ നിങ്ങൾക്കവൻ ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ അവരുമായി ഇണങ്ങിച്ചേർന്നു മനസ്സമാധാനം കൈവരിക്കാനായി അവൻ നിങ്ങൾ തമ്മിൽ പ്രേമബന്ധവും കാരുണ്യവും സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ചിന്തിക്കുന്ന ജനതക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് തന്നെയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതും നിങ്ങളുടെ ഭാഷകളും വർണ്ണങ്ങളും വ്യത്യസ്തമായതും. തീർച്ചയായും വിവരമുള്ളവർക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾ ഉപജീവനമാർഗം തേടുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. തീർച്ചയായും ശ്രദ്ധിച്ചു കേൾക്കുന്ന ജനതക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به
الأرض بعد موتها إن في ذلك لآيات لقوم يعقلون. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് തന്നെയാണ് നിങ്ങൾക്ക് ഭയവും ആശയവും നൽകിക്കൊണ്ട് അവൻ മിന്നൽ കാണിച്ചു തരുന്നത്. അവൻ ആകാശത്തു നിന്നും മഴ ഇറക്കിയിട്ട് അതുകൊണ്ട് ഭൂമിയെ അത് നിർജ്ജീവമായി കിടന്ന ശേഷം അവൻ ജീവിപ്പിക്കുന്നു എന്നതും. തീർച്ചയായും ബുദ്ധി ഉപയോഗിക്കുന്ന ജനതക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് തന്നെയാണ് ആകാശഭൂമികൾ അവന്റെ കൽപ്പന അനുസരിച്ച് നിലനിൽക്കുന്നത്. പിന്നീട് ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ ഒരൊറ്റ വിളി വിളിച്ചാൽ നിങ്ങളിതാ പുറത്തേക്ക് വരുന്നു. وله من في السماوات والأرض كل له قانتون. ആകാശഭൂമികളിലുള്ളവരെല്ലാം അവനുള്ളതാണ്. അവരെല്ലാവരും അവന് കീഴടങ്ങുന്നവരും ആണ്. وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه وله المثل الأعلى في السماوات والأرض وهو العزيز الحكيم. അവൻ സൃഷ്ടിപ്പ് ആരംഭിക്കുകയും അനന്തരം അതാവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സാരമായതാണത്. ആകാശഭൂമികളിൽ അവന് അത്യുന്നതങ്ങളായ ഗുണങ്ങളുണ്ട്. അവൻ പ്രതാപശാലിയും മഹായുക്തിമാനുമാണ്. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഉപമ നിങ്ങൾക്കവൻ വിവരിച്ചു തരുന്നു. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിങ്ങളുടെ അടിമകളിൽ നിന്ന് വല്ല പങ്കുകാരും നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് നിങ്ങൾ പരസ്പരം ഭയപ്പെടുന്ന നിലക്ക് അതിൽ നിങ്ങൾ രണ്ടു കൂട്ടരും സമന്മാരായിരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാകുമോ? ബുദ്ധി ഉപയോഗിക്കുന്ന ജനതയ്ക്ക് വേണ്ടി നാം ഇപ്രകാരം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. بل اتبع الذين ظلموا أهواءهم بغير علم فمن يهدي من أضل الله وما لهم من ناصرين. യാഥാർത്ഥ്യം അതല്ല, അക്രമം പ്രവർത്തിച്ചവർ യാതൊരറിവുമില്ലാതെ തങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റിയിരിക്കുകയാണ്. എന്നിരിക്കെ അള്ളാഹു വഴിതെറ്റിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക? അവർക്ക് സഹായികൾ ആരും ഇല്ല തന്നെ. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. അതിനാൽ ശുദ്ധമനസ്കനായിക്കൊണ്ട് താങ്കളുടെ മുഖം ഈ മതത്തിലേക്ക് ശരിയാക്കി നിർത്തുക. അള്ളാഹു മനുഷ്യനെ ഏതൊരു പ്രകൃതിയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നുവോ അതേ പ്രകൃതി അനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് മാറ്റം വരുത്തലില്ല തന്നെ. അതാണ് വക്രതയില്ലാതെ നിലനിൽക്കുന്ന മതം. പക്ഷേ മിക്ക ആളുകളും അതറിയുന്നില്ല. منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين. അള്ളാഹുവിലേക്ക് മനസ്സ് മടങ്ങിയവരായി താങ്കളും മറ്റുള്ളവരും അതിനെ അവലംബിക്കുക. അവനെ സൂക്ഷിക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവരാകരുത്. من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون. അതായത് തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിക്കുകയും പല കക്ഷികളായി തീരുകയും ചെയ്ത കൂട്ടത്തിൽ ഓരോ കക്ഷികളും തങ്ങളുടെ പക്കലുള്ളതുകൊണ്ട് തൃപ്തരാണ്.
وإذا مس الناس ضر دعوا ربهم منيبين إليه ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون. മനുഷ്യരെ വല്ല വിഷമവും ബാധിച്ചാൽ അവർ തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കും. പിന്നീട് അവൻ തന്റെ പക്കൽ നിന്നുള്ള വല്ല കാരുണ്യവും അവരെ ആസ്വദിപ്പിച്ചാൽ അപ്പോഴതാ അവരിലൊരു വിഭാഗം തങ്ങളുടെ റബ്ബിനോട് മറ്റു വസ്തുക്കളെ പങ്കുചേർക്കുന്നു. ليكفروا بما آتيناهم فتمتعوا فسوف تعلمون. അവർക്ക് നാം കൊടുത്തതിന് നന്ദികേട് കാണിക്കുകയാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഹേ നന്ദി കെട്ടവരെ, നിങ്ങൾ സുഖിച്ചുകൊള്ളുക, അതിന്റെ ഫലം പിന്നീട് അവർ അറിഞ്ഞുകൊള്ളും. أم أنزلنا عليهم سلطانا فهو يتكلم بما كانوا به يشركون. വല്ല പ്രമാണവും നാം അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് അള്ളാഹുവോട് പങ്കുചേർക്കുന്നതിനെപ്പറ്റി ആ പ്രമാണം അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ? وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً فَرِحُوا بِهَا وَإِن تُصِبْهُمْ سَيِّئَةٌ بِمَا قَدَّمَتْ أَيْدِيهِمْ إِذَا هُمْ يَقْنَطُونَ. മനുഷ്യർക്ക് എന്തെങ്കിലും അനുഗ്രഹം നാം ആസ്വദിപ്പിച്ചാൽ അതിൽ അവർ അഹങ്കാരപുരസരം ആഹ്ലാദം കൊള്ളും. എന്നാൽ തങ്ങൾ മുമ്പ് പ്രവർത്തിച്ചതിന്റെ ഫലമായി വല്ല വിപത്തും ബാധിച്ചാലോ അവരതാ നിരാശരായി പോകുന്നു. أَوَلَمْ يَرَوْا أَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ وَيَقْدِرُ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يُؤْمِنُونَ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് അള്ളാഹു ആഹാരം വിശാലമാക്കി കൊടുക്കുന്നതും അവൻ ഉദ്ദേശിക്കുന്ന മറ്റു ചിലർക്ക് അവൻ ആഹാരം പരിമിതമാക്കി കൊടുക്കുന്നതും അവർ കണ്ടിട്ടില്ലേ? വിശ്വസിക്കുന്ന ജനതയ്ക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. فآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المفلحون. ആകയാൽ അടുത്ത കുടുംബങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കുക, അഗതിക്കും യാത്രക്കാരനും കൊടുക്കുക. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നവർക്ക് അതുത്തമമാണ്, അവർ തന്നെയാണ് വിജയികൾ. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. ജനങ്ങളുടെ സ്വത്തുക്കളിൽ വർധനവുണ്ടാക്കാനായി നിങ്ങൾ പലിശ കൊടുത്താൽ അള്ളാഹുവിൽ അത് വർദ്ധിക്കുകയില്ല. അവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ വല്ല ദാനവും ചെയ്താൽ അക്കൂട്ടർ തങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിക്കുന്നവരാണ്. അല്ലാഹു الذي خلقكم ثم رزقكم ثم يميتكم ثم يحييكم هل من شركائكم من يفعل من ذلكم من شيء سبحانه وتعالى عما يشركون. നിങ്ങളെ സൃഷ്ടിക്കുകയും പിന്നീട് നിങ്ങൾക്ക് ആഹാരം നൽകുകയും അനന്തരം നിങ്ങളെ മരണപ്പെടുത്തുകയും പിന്നീട് നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അതിൽ നിന്ന് വല്ലതും ചെയ്യുന്നവൻ നിങ്ങളുടെ പങ്കുകാരിൽ ആരെങ്കിലുമുണ്ടോ? അവനെത്ര പരിശുദ്ധൻ! അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും അവൻ എത്ര ഉന്നതനായിരിക്കുന്നു. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ച കുറ്റങ്ങളുടെ ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവരെ ആസ്വദിപ്പിക്കുന്നതിനു വേണ്ടിയാണത്. അവർ മടങ്ങിയേക്കാമല്ലോ. قل
سيروا في الأرض فانظروا كيف كان عاقبة الذين من قبل كان أكثرهم مشركين. താങ്കൾ പറയുക, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക, എന്നിട്ട് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കുക. അവരിൽ അധിക പേരും അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിക്കുന്നവരായിരുന്നു. فأقم وجهك للدين القيم من قبل أن يأتي يوم لا مرد له من الله يومئذ يصدعون. അതുകൊണ്ട് ഒരു വിധത്തിലും തടുക്കാൻ കഴിയാത്ത ഒരു ദിവസം, അന്ത്യനാൾ, അള്ളാഹുവിൽ നിന്ന് വരുന്നതിനു മുമ്പ് താങ്കളുടെ മുഖം ശരിയായ ഈ മതത്തിലേക്ക് ശരിക്കും തിരിച്ചു നിർത്തുക. അന്നേ ദിവസം അവർ പിളർന്നു പിരിയുന്നതാണ്. من كفر فعليه كفره ومن عمل صالحا فلأنفسهم يمهدون. ആർ സത്യത്തെ നിഷേധിച്ചിട്ടുണ്ടോ അവന്റെ സത്യനിഷേധത്തിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കും. ആർ സൽക്കർമ്മം പ്രവർത്തിച്ചിരിക്കുന്നുവോ അവർ തങ്ങൾക്ക് തന്നെ സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ليجزي الذين آمنوا وعملوا الصالحات من فضله إنه لا يحب الكافرين. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് അവർ പിളർന്നു പിരിയുന്നത്. തീർച്ചയായും സത്യനിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല. ومن آياته أن يرسل الرياح مبشرات وليذيقكم من رحمته ولتجري الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون. സന്തോഷവാർത്ത അറിയിക്കുന്നതായി കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളെ ആസ്വദിപ്പിക്കാനും തന്റെ കൽപ്പനയനുസരിച്ച് കപ്പലുകൾ നടക്കുവാനും അതുവഴി തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം നേടാനും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടിയാണത്. وَلَقَدْ أَرْسَلْنَا مِن قَبْلِكَ رُسُلًا إِلَى قَوْمِهِمْ فَجَاءُوهُم بِالْبَيِّنَاتِ فَانتَقَمْنَا مِنَ الَّذِينَ أَجْرَمُوا وَكَانَ حَقًّا عَلَيْنَا نَصْرُ الْمُؤْمِنِينَ. തീർച്ചയായും താങ്കൾക്ക് മുമ്പ് പല ദൂതരെയും അവരുടെ ജനതയുടെ അടുത്തേക്ക് നാം അയച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പല വ്യക്തമായ തെളിവുകളും കൊണ്ടുവന്നു. അപ്പോൾ അവരത് നിഷേധിച്ചു. തന്നിമിത്തം കുറ്റം പ്രവർത്തിച്ചവരുടെ മേൽ നാം ശിക്ഷാ നടപടികളെടുത്തു. സത്യവിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയായിരുന്നു. الله الذي يرسل الرياح فتثير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون. കാറ്റുകളെ അയക്കുന്നത് അള്ളാഹുവാകുന്നു. അങ്ങനെ അവ മേഘങ്ങളെ ഇളക്കിവിടും. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന വിധം ആകാശത്ത് അതിനെ പരത്തുകയും കഷണങ്ങളാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തു വരുന്നത് നിനക്ക് കാണാം. അങ്ങനെ തന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെ അള്ളാഹു എത്തിച്ചു കൊടുത്താൽ അപ്പോഴവരതാ സന്തോഷം കൊള്ളുന്നു. وَإِن كَانُوا مِن قَبْلِ أَن يُنَزَّلَ عَلَيْهِم مِّن قَبْلِهِ لَمُبْلِسِينَ. തീർച്ചയായും മഴ ഇറക്കപ്പെടുന്നതിന് മുമ്പ് അവർ നിരാശ പൂണ്ടവരായിരുന്നു. فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യഫലങ്ങളിലേക്ക് നോക്കുക. ഭൂമി മൃതമായി കിടന്നതിനു ശേഷം അവൻ എങ്ങനെയാണ് അതിനെ ജീവിപ്പിക്കുന്നത്. തീർച്ചയായും അവൻ മരണമടഞ്ഞവരെ ജീവിപ്പിക്കുന്നവൻ തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഏറ്റവും കഴിവുള്ളവനാണവൻ.
وَلَئِنْ أَرْسَلْنَا رِيحًا فَرَأَوْهُ مُصْفَرًّا لَظَلُّوا مِنْ بَعْدِهِ يَكْفُرُونَ നാം ഒരു കാറ്റിനെ അയക്കുകയും തന്നിമിത്തം അവരുടെ കൃഷിയുണങ്ങി മഞ്ഞ നിറം പൂണ്ടതായി അവർ കാണുകയും ചെയ്താൽ അതിനുശേഷവും അവർ നന്ദികേട് കാട്ടുന്നവനായി തീരുന്നതാണ്. فَإِنَّكَ لَا تُسْمِعُ الْمَوْتَى وَلَا تُسْمِعُ الصُّمَّ الدُّعَاءَ إِذَا وَلَّوْا مُدْبِرِينَ അന്ധന്മാർക്ക് അവരുടെ ദുർമാർഗത്തിൽ നിന്നകറ്റി നേർവഴി കാണിച്ചു കൊടുക്കുന്ന ആളുമല്ല താങ്കൾ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും അങ്ങനെ അനുസരണമുള്ളവർ ആയിരിക്കുകയും ചെയ്യുന്നവരെയല്ലാതെ താങ്കൾ കേൾപ്പിക്കുകയില്ല. وَمَا أَنْتَ بِهَادِ الْعُمْيِ عَنْ ضَلَالَتِهِمْ إِنْ تُسْمِعُ إِلَّا مَنْ يُؤْمِنُ بِآيَاتِنَا فَهُمْ مُسْلِمُونَ നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചവനത്രേ അല്ലാഹു. എന്നിട്ടു ബലഹീനതയ്ക്കു ശേഷം അവൻ നിങ്ങൾക്ക് ശക്തി നൽകി. പിന്നീട് ശക്തിക്കു ശേഷം അവൻ നിങ്ങൾക്ക് ബലഹീനതയും നരയും ഉണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ സർവജ്ഞനും സർവശക്തനും തന്നെയാണ്. അല്ലാഹു الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചവനത്രേ അല്ലാഹു. എന്നിട്ടു ബലഹീനതയ്ക്കു ശേഷം അവൻ നിങ്ങൾക്ക് ശക്തി നൽകി. പിന്നീട് ശക്തിക്കു ശേഷം അവൻ നിങ്ങൾക്ക് ബലഹീനതയും നരയും ഉണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ സർവജ്ഞനും സർവശക്തനും തന്നെയാണ്. وَيَوْمَ تَقُومُ السَّاعَةُ يُقْسِمُ الْمُجْرِمُونَ مَا لَبِثُوا غَيْرَ سَاعَةٍ كَذَلِكَ كَانُوا يُؤْفَكُونَ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ സത്യം ചെയ്തു പറയും, അല്പസമയമല്ലാതെ അവർ ഇഹലോകത്ത് താമസിച്ചിട്ടില്ലെന്ന്. അപ്രകാരമാണ് അവർ ഇവിടെ വെച്ച് സത്യത്തിൽ നിന്നും തെറ്റിക്കപ്പെട്ടിരിക്കുന്നത്. وَقَالَ الَّذِينَ أُوتُوا الْعِلْمَ وَالْإِيمَانَ لَقَدْ لَبِثْتُمْ فِي كِتَابِ اللَّهِ إِلَى يَوْمِ الْبَعْثِ فهذا يوم البعث ولكنكم كنتم لا تعلمون ജ്ഞാനവും സത്യവിശ്വാസവും നൽകപ്പെട്ടവർ പറയും, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് പുനരുത്ഥാന നാൾ വരെ നിങ്ങൾ താമസിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുനരുത്ഥാന ദിവസമാണ്, പക്ഷേ നിങ്ങൾ ഇത് സമ്മതിക്കുന്നവരായിരുന്നില്ല. فَيَوْمَئِذٍ لَا يَنفَعُ الَّذِينَ ظَلَمُوا مَعْذِرَتُهُمْ وَلَا هُمْ يُسْتَعْتَبُونَ അപ്പോൾ അക്രമം പ്രവർത്തിച്ചവർക്ക് അന്നത്തെ ദിവസം അവരുടെ ഒഴിവ് കഴിവ് പറയാൻ പ്രയോജനപ്പെടുകയില്ല. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ അവരോട് ആവശ്യപ്പെടുകയുമില്ല. وَلَقَدْ ضَرَبْنَا لِلنَّاسِ فِي هَذَا الْقُرْآنِ مِنْ كُلِّ مَثَلٍ وَلَئِنْ جِئْتَهُمْ بِآيَةٍ لَيَقُولَنَّ الَّذِينَ كَفَرُوا إِنْ أَنْتُمْ إِلَّا مُبْطِلُونَ തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി ഈ ഖുർആനിൽ എല്ലാതരം ഉപമയും നാം വ്യക്തമാക്കിയിട്ടുണ്ട്. വല്ല ദൃഷ്ടാന്തവും താങ്കൾ അവർക്ക് കൊണ്ടുചെന്നാൽ നിങ്ങൾ അസത്യവാദികൾ തന്നെയാണ് എന്ന് സത്യനിഷേധികൾ പറയുക തന്നെ ചെയ്യും. كَذَلِكَ يَطْبَعُ اللَّهُ عَلَى قُلُوبِ الَّذِينَ لَا يَعْلَمُونَ അതുപ്രകാരം സത്യം അറിയാൻ തയ്യാറാകാത്തവരുടെ ഹൃദയങ്ങളുടെ മേൽ അല്ലാഹു സീൽ വെക്കുന്നു. فاصبر إن وعد الله حق ولا يستخفنك الذين لا يوقنون അതുകൊണ്ട് നബിയെ താങ്കൾ ക്ഷമിക്കുക. തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. സത്യത്തിൽ ഉറച്ച വിശ്വാസമില്ലാത്ത ആളുകൾ താങ്കളുടെ സ്ഥൈര്യത്തിന് ഇളക്കം വരുത്താതിരിക്കട്ടെ.